ചേട്ടനെ പെട്ടെന്ന് കാണുമ്പോൾ തന്നെ 1001 വീടുകളിൽ പോയിട്ട് ഒറ്റയ്ക്ക് നാടകം ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇതിലെ എക്സ്പീരിയൻസ് പറയും. ഇതിലെന്ന് പറഞ്ഞാൽ വെച്ചാൽ വിനോദിനെ പോലുള്ള കേരളത്തിലെ അറിയപ്പെടുന്ന നാടക സംവിധായകരും എഴുത്തുകാരിലും ഒരാൾ വിനോദ് കുമാർ. വിനോദിൻ്റെ ഈ നാടകത്തിന് സംഗീത നാടക അക്കാദമിക്ക് ഒരുപാട് സമ്മാനങ്ങളും നടനും ആ സംവിധായകനൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ഞങ്ങളെപ്പോലുള്ള ആളുകൾ എപ്പോഴും ഡിസ്കസ് ചെയ്യും വിനോദിൻ്റെ നാടകത്തിൽ അഭിനയിക്കണം എന്നൊക്കെ. അപ്പോൾ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഇതിൻ്റെ മുന്നേ അതിൻ്റെ ഒരു തയ്യാറെടുപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അത് നടക്കാതെ പോയ സമയത്താണ് ഇങ്ങനൊരു അവസരം കിട്ടിയത്. വിനോദിൻ്റെ നാടകത്തിൽ അഭിനയിക്കാൻ ചെറിയ ചാൻസ് ഉണ്ട്. ഇത് 9 വർഷം മുന്നേ ചെയ്താണ്. അന്നത്തെ ആളുകൾ ഇല്ലാതെ പോയത് കൊണ്ടുള്ളൊരു വേക്കൻസി കിട്ടിയതാണ്. അപ്പോൾ കിട്ടിയ ചാൻസിൽ ഞാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ ഒരുപാട് നാടകങ്ങൾ ചെയ്യുന്നതിലല്ല, ചെയ്യുന്ന നാടകം അത് വളരെ ഗംഭീരമായൊരു നാടകത്തിൽ ചെറിയ സീൻ ചെയ്യാൻ കിട്ടിക്കഴിഞ്ഞാൽ അതെ ദേശീയ അവാർഡ് കിട്ടിയൊരു ആക്ട്രസ് ഉണ്ട് സുരഭി ലക്ഷ്മി, അതുപോലെ തന്നെ ബിനോയ് നമ്പോല. പിന്നെ ഇതിൽ കാണുന്ന ആക്ട്രസൊക്കെ സിനിമ ആക്ട്രസ്സാണ്, സിനിമയിലെ ആക്ടർ ഒക്കെയാണ് ഇതിലുള്ളത്. പിന്നിൽ പ്രവർത്തിക്കുന്ന 40ഓളം ആർട്ടിസ്റ്റുകളുണ്ട്. മലയാള നാടകത്തിൽ തന്നെ ഇത്രത്തോളം ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് നാടകം ചെയ്യാന്ന് പറഞ്ഞിരിക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം അമേച്ചർ നാടക സംഘങ്ങൾ അധികവും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം ഉള്ളത്. പക്ഷെ അങ്ങനത്തെ ഒരു നാടകങ്ങൾ എല്ലാവരും കാണണം. അതെല്ലാവർക്കും ഒരു എന്താ പറയുക ഒരു ഊർജ്ജം തന്നെയായിരിക്കും.